ഇന്ന് രാത്രിക്കുള്ള ഞങ്ങളെ ഭക്ഷണമാണ് കേട്ടത്. ഗോതമ്പച്ചോറില്ലേ, അതാണ്. കുറേ ആയി ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ട്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാട്ടോ. 1 കിലോ ഗോതമ്പ് കിട്ടും ഞങ്ങൾക്ക്. സാധാ ഗോതമ്പ് കിട്ടും, പിന്നെ ആട്ടപ്പൊടിയും കിട്ടും കേട്ടോ. 3 പാക്ക് ആട്ടപ്പൊടിയും കിട്ടും. അപ്പം ഇത് നല്ല ഗോതമ്പാണ്. മറ്റേത് കിട്ടുമ്പോൾ പൊടിയും കുറിഞ്ചാത്തനും എല്ലാം ഉണ്ടാകലുണ്ട്. ഇതുണ്ടോ, നല്ല വെളുത്തൊരു തരം ഗോതമ്പാണ്. ഇത് കുത്തിയിട്ട് ഉരലിലിട്ട് കുത്തിയിട്ടൊക്കെ ഉമിയൊക്കെ കളഞ്ഞിട്ടാണ്. ഇത് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ആക്കിയിട്ട് ഉമി കളഞ്ഞിട്ട് ഇങ്ങനെ മൺകലത്തിൽ പച്ചവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ്. കുറേ സമയമായി വെച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ ഈ വിറക് കത്തിച്ചിട്ടേ വേവണം. കുറേ നേരം കിടന്ന് വേവണം. ഇപ്പം വെള്ളം ഒഴിച്ചെടുത്തൊക്കെ വറ്റിയിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചതാണ് കേട്ടോ. ഇപ്പൊ വെച്ചാലുള്ള നമുക്ക് രാത്രി ഇത് ചോറിന്റെ പോലെ തിന്നാൻ പറ്റുള്ളൂ. റിസ്ക് എടുക്കണം, എന്നാലേ ഇത് വെന്തിട്ട് തിന്നാൻ. ഭാവി നമുക്ക് ഇന്ന് തിന്നണം കേട്ടോ. നമ്മളവിടെ വാടക വീട്ടിലായിരുന്നേ ഇത് ഉണ്ടാക്കിയിട്ട് അവിടെ നാസറാക്കാന്റെ വീട്ടിൽ തന്നെ ഉരലുണ്ട്. അപ്പൊ അതിലിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ ഉമി അതിന്റെ കളഞ്ഞതിന് ശേഷം ഉണ്ടാക്കലുണ്ടായിരുന്നു ഞങ്ങള്. ഇന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ആക്കണം വിചാരിച്ചിരുന്നു. പക്ഷെ എന്നാലും പോകാൻ പറ്റിയില്ല. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകണം വിചാരിച്ചിരുന്നു. പക്ഷെ അമ്മ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ആക്കി. അച്ഛമ്മക്ക് പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് പോകേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയം അമ്മ വേഗം ചെയ്തതാ. അമ്മ ഞാൻ മിക്സിയിൽ കുത്തിണ്ടാക്കി. മിക്സിയിലായ മെല്ലെ സാവധാനം എനിക്ക് പഠിക്കാനൊന്നും പറ്റണില്ലല്ലോ. പഠിക്കാൻ പറ്റായൊന്നുമില്ല. സ്കൂളില്ല അടുത്ത തിങ്കളാഴ്ച വരല്ല. തിങ്കളാഴ്ച ദീപാവലി, പിന്നെ ഒരു ശാസ്ത്രമേളയാണ്. 4 ദിവസം ഭാവി ഉണ്ടാവില്ലേ വീഡിയോയില്? ഉണ്ടാവില്ലേ അവധി? ഭാവിക്ക് ഉണ്ടോ? എക്സാം ആണ്. ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വന്നതാണ് കുറച്ചു നേരം. അപ്പൂസിന്റെ ഒപ്പം നടന്നിട്ട് എന്തെങ്കിലും പറയെന്ന് പറഞ്ഞാൽ മാത്രം പറയും. അല്ലെങ്കിൽ ഭയങ്കര വർത്താനാണ് അല്ലേ? ഇനി ഞങ്ങക്ക് ഇവിടെ പരിപാടി ഉണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ്. അപ്പൊ വായ്ക്കുട്ടി ഡാൻസിനൊക്കെ പറഞ്ഞു നിന്നേനോ. ഇപ്പൊ അതിന്നൊക്കെ പിന്മാറി. മറ്റന്നാ ഈ സമയത്തൊക്കെ നല്ല നമ്മളെ ഗോതമ്പച്ചോറിക്കുള്ള നാളികേരാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അതിലിങ്ങനെ കാണിക്കലുണ്ട് കേട്ടോ. ചമ്മന്തി ആയിട്ടും ചമ്മന്തിപ്പൊടി. അമ്മ ചമ്മന്തിപ്പൊടി കാണിക്കണം കേട്ടോ. അതിനെന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞു കൊടുത്തേ അമ്മ. കുറെ ആള് ചോദിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോണേ? അല്ല, അത് ഇട്ടുകൊണ്ടരാ. അതെങ്ങനെ ഉണ്ടാക്കണ കൂടി പറഞ്ഞു കൊടുത്തിട്ടോ. ഞാൻ തന്നെ കൊണ്ടുതരാം. അമ്മ പറഞ്ഞു തരൂ കേട്ടോ. ഉണ്ടാക്കിക്കൊണ്ട് എന്താ പൂസിനാണ് ചെടി ഉണ്ടാക്കുക. അപ്പോസ് കൊറേ ചെടി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണ്ടോ? അടിപൊളിയായിട്ട് സെറ്റ് ആക്കിണ്ട് ചെടി പൂന്തോട്ടം അടിപൊളിയാക്കിണ്ട്. ഇതിലെ നാളികേരം, ഉഴുന്നുപരിപ്പ്, ഉലുവ, കായം, ചുവന്ന മുളക്, കുരുമുളക്, പിന്നെ നാളികേരം, പുളി, പിന്നെ കൂടി ഉണ്ട്, മറന്നുപോയി. കരിവേപ്പില. അങ്ങനെ ഏതും കൂട്ടി വറുത്തിട്ട് പൊടിച്ചിട്ട് ഉപ്പും കുറേശ്ശെ പൊടിയും ചേർത്ത് കാണിച്ചു തരാം. സൗണ്ട് ഇല്ല, മൈക്ക് ഉണ്ട് നമ്മളടുത്ത്. മൈക്ക് വെച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടേ പൊടിച്ചതാണ്. വലിയ കുപ്പിയിലേന്നോ വലിയ കുറെ എല്ലാവർക്കും കൊടുത്ത് കൊറേ. പിന്നെ ഞങ്ങൾക്കും ഇതൊക്കെ തന്നെ പണി. ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിക്കും എടുക്കലുണ്ട്. അങ്ങനെ തീരാനായിട്ടത് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ നാളികേരൊക്കെ ഞങ്ങള് ബാക്കി ഈ ഇതൊക്കെ പാല് പിഴിഞ്ഞതിൻ്റെതും ഒക്കെ എടുക്കുമ്പോ അങ്ങനെ കളയലില്ല. പിന്നെ നല്ലതും കൂട്ടും. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ അത്. പൊടിക്കണം. അപ്പൊ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഇന്ന് ഒരാൾ കമന്റ് ഇട്ടിരുന്നു, നിങ്ങള് ഇങ്ങനെ തന്നെയാണോ തിന്നല്, അതോ അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആണോ ഇതൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതൊന്നും ഒരിക്കലും അല്ല. നമ്മളെ ഇപ്പം മുമ്പേ കാണുന്നവർക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഇങ്ങനത്തെ സാധനം തന്നെയാണ് കേട്ടോ എപ്പോഴും തിന്ന് പോയിരുന്നത്. പുളി ചമ്മന്തിയും ഉണക്കമീൻ ചുട്ട ചമ്മന്തിയും ഈ ചമ്മന്തിപ്പൊടിയും പിന്നെന്താ താളിപ്പ്. അന്ന് തൊട്ടേ പണ്ട് തൊട്ടേ ഉള്ളതാണ് താളിപ്പ്. എല്ലാ വക താളിപ്പും ഉണ്ട്. ഒന്നാമത് ഈ അപ്പൂസിന് താളിപ്പായാൽ മതി. അവൻ അതിൻ്റെ ഒരു ഇലേൻ്റെ വെള്ളം കിട്ടിയാൽ മതി. ഇന്ന് ഇംഗ്ലീഷ് ചീരയുടെ താളിപ്പായിരുന്നു.
മുരിങ്ങ എടുക്കാൻ അവിടെ പണിക്കാരായപ്പോഴേക്കും മടി. അപ്പം ഞാൻ വേഗം ചീരൻ്റെ അടുത്ത് താളിച്ചു. കമന്റ് വരലോടി ശരിക്കുന്നുണ്ട്. എന്താ കൊറേ കമന്റ് വരലോടി നമുക്ക്. അതിനാ ഓവറാണെന്നൊക്കെ പറയില്ല. ഉണ്ടോ? ഇന്നലത്തേലുണ്ട്. ചമ്മന്തി ഇറക്കിയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് പണി എന്തിനാ ചുറ്റിക പറയും. എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടാവും. കോഴിക്കോടിൻ്റെ വേക്ക് അപ്പൊ ഈ ഗോതമ്പ് കിട്ടുമ്പോ ഒരു ഗോതമ്പൊന്നും കിട്ടുമ്പോ നമുക്കത് പൊടിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ചോറാക്കിയൊക്കെ വെച്ചാല് രാത്രിയൊക്കെ ചോറിന അരിഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഗോതമ്പാക്കിയാല് തിന്നാന് നല്ലതാണ്. ഭയങ്കര ചൂട്. അപ്പൊ ഞാൻ പിന്നെ എനിക്കൊന്നും ചോറ് തീരെ ഒഴിവാക്കാൻ പറ്റൂല. എന്താണ് ഞാൻ കണ്ടില്ല കേട്ടോ. ഓവറാണെന്നോ നോക്കട്ടെ. സംസാരം കൂടുതലാണോ? ഞാൻ കണ്ടില്ല കേട്ടത്. കാട്ടിക്കൂട്ടല്. ആഹാ ലൈക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. ഞാൻ കണ്ടില്ല കേട്ടോ. 4 മണിക്കൂറായി പറഞ്ഞിട്ട്. കാട്ടിക്കൂട്ടല്ലേ ഇപ്പൊ കൂടുതലാവും. അതാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഉണ്ടാക്കാത്തതില്ലേ ഗോതമ്പ്. ഇവിടെ വന്നിട്ട് ഉണ്ടാക്കില്ലേ? ഇത് പണ്ട് കാലങ്ങളിൽ അരിയൊക്കെ കിട്ടാത്ത സമയത്ത് പോലും ഗോതമ്പാണ് കിട്ടുക. ഒക്കെ പറയുമ്പോ കേൾക്കണില്ല. അരിയൊക്കെ കുറവാകുമ്പോഴേ അരിയൊക്കെ കുറച്ചല്ലേ കിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഗോതമ്പാണ് ഉണ്ടാക്കലേന്ന് പണ്ട്. ഗോതമ്പ് കുറെ കിട്ടും. അപ്പൊ ഗോതമ്പ് ചോറ് വെക്കും. ഇത് തിന്ന് നമ്മളെ വിശപ്പ് മാറും. എന്തെങ്കിലും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞാ പോരെ. അപ്പൊ ഇത് കൊറേ കുത്തിയായിട്ട് വെച്ചാല് ഇതങ്ങനെ കോരി തിന്നാം. ഇപ്പോഴും ഇത് കുത്തി തിന്നാ മെല്ലെ പറഞ്ഞാ മതി. ഒന്നായിട്ട് സ്പീഡിൽ പറയണ്ടേ. ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാ മതി. ഞങ്ങൾക്ക് ഇത് സംഭവം ഇഷ്ടാണ് കേട്ടോ. നാളികേരക്കാരും ഒന്നൊരു രസമാണ്. ഇതിപ്പോ കുറച്ച് നാളികേരം കുറച്ചല്ല 2 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ചിരകിയെടുക്കണേ. അല്ലെങ്കിൽ വെറുതെ വെച്ചിട്ട് താളിച്ചിട്ടുണ്ട് കുട്ടി തിരിഞ്ഞു ഞങ്ങള്. കേരട്ടെടുക്കട്ടെ ഗോതമ്പച്ചോറിക്ക്. ഉപ്പിട്ട് വെച്ച വെറും ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ച ഗോതമ്പാണ് കേട്ടോ. അധികം നുറുക്കാവാത്ത ഗോതമ്പാണ്. ഇപ്പോഴാണ് രസം ഉണ്ടാവുക കേട്ടോ. എന്താ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല കൊണ്ട് വെള്ളം ഓക്കെ. അപ്പം നമ്മൾ ഗോതമ്പ് ഇവിടെ വെന്തു. ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറവിട്ട് നമ്മളെ മഴയൊക്കെ വരുമ്പോഴേക്കേ വേഗം അടുക്കളയിൽ നമുക്ക് രക്ഷപ്പെടണം. അപ്പം ഞങ്ങൾ മഴയെ കാണിക്കാനൊന്നുമല്ല, പക്ഷെ ആ സമയത്താണ് ഞങ്ങൾ ചെയ്യല്. ഞങ്ങൾ പണിയെടുക്കുമ്പോൾ മഴയൊന്നും പോയില്ല. വരും തോന്നുന്നുണ്ട്. തുമ്പി പറക്കാൻ തുടങ്ങി. തുമ്പി പറക്കണതിന്റെ ലക്ഷണാണെന്ന് പറയുന്നേക്കാം. പറയണ മാത്രല്ല സത്യം തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ തുമ്പി മുഖത്ത് കൂടെ അടക്കം പറക്കും പറ്റും. എന്നാല് മഴ പെയ്യാത്ര അധികം നേരം കണ്ടോ അതിലെടുത്ത് കൂടെ വരുന്നുണ്ടോ? എവിടെ നേരത്തെ വരുന്ന അറിയില്ല. അപ്പൊ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളകും എണ്ണയിലൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ചാടണമില്ല ഇത്. ഇനി പാകത്തൊപ്പാണ്. ഇനി ഇങ്ങനെ താമസിച്ചപ്പോ ആ ഒരു പുള്ളി ഞാൻ വിചാരിച്ചത് സോസ് ഒഴിച്ചതാ വെറുതെ അല്ല. ഞാൻ വിചാരിച്ച രസം വന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നു എടുത്ത് തിന്നുന്നു. അപ്പൊ പുളിപ്പ് അതിന് വേണ്ടി നോക്കാം. ആ ഇടി തുടങ്ങിയല്ലോ. അത് കൊടുക്കണ്ടടാ. ചോളപ്പൊരിയൊക്കെ കൊടുക്കണ. കോഴിക്കല്ല. മഴ ചെയ്യാൻ അധികം നേരം വേണ്ടേ. നമ്മളെ പരിപാടിന്റെ ഒന്ന് മഴ ചെയ്യാൻ ഞാൻ മതിയെന്നു. കറക്റ്റ് സമയത്താ മഴ. തുലാമാസം രണ്ടാവും. ഞായറാഴ്ച നിങ്ങളെ പൂന്തോട്ടം കാണിച്ചു തരാം കേട്ടോ.
കൊറേ തുലാമാസം 10 ദിവസമാണ് മഴ പറയാ. തുലാ 10 കഴിഞ്ഞാൽ തുല എത്രയെന്ന് ശനിയാഴ്ച 1 തീയതി. തുല ആയിട്ടില്ലേ? ഇന്നലെ ആരാ കമന്റിലിട്ടിരുന്നത് തുലാ വർഷല്ലേന്ന്? പൊങ്ങി കഴിഞ്ഞ കഴിച്ചിട്ടന്നെ തുലാ 10 കഴിഞ്ഞാലേ ലാവിന്റെ പൊട്ടലും കിടക്കാണ്. മഴ പെയ്യൂല അങ്ങനെ പറയാം കാരണന്മാര്. ഇങ്ങനെ പൊത്തിരി കിടക്ക നമ്മള് ചൊല്ലേ വെറുതെ പറയാൻ പാമ്പ് പാമ്പടിക്കൂലേ പൊത്തി കിടന്ന പാമ്പടിക്കൂലേന്ന്. ഇപ്പത്തെ മക്കളോടൊന്നും ഇങ്ങനത്തെ ഒന്നും പറയാൻ പറ്റൂല. അവരത് വളഞ്ഞ വഴിക്ക് കണ്ടുപിടിക്കും. ഗോതമ്പച്ചോറ് വേണ്ടേ? വേണം. വേണ്ട. ഒക്കെ തിന്നോക്കണല്ലേ ഭാവ്യ? ചായ 4 മണി. ഇപ്പൊ തന്നെ ചായക്ക് ഇത് തിന്നാൻ പോവാണ് കേട്ടോ. രാത്രി വരണം കാത്തിക്കണില്ല. കാരണം അത്രയും രസമാണ് കേട്ടത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിന്നാം. രാവിലെ ചായക്ക് ചായക്കടിയായിട്ട് കൂട്ടാം. അതിൻ്റെ ഇടയ്ക്ക് 10 മണിക്കഞ്ഞിക്ക് പകരം ഇതിൻ്റെ ഇത് തിന്നാം. 4 മണിക്ക് എടുക്കാം, രാത്രി എടുക്കാം. വെറും ഗോതമ്പ് ഉപ്പിട്ട് വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ മീൻ ചിട്ടത് പ്ലേറ്റിലേക്കൊന്ന് നാളികേരം എടുത്ത പ്ലേറ്റ് തന്നെയാണ് കേട്ടോ ചിരകിടുത്ത. അതാണ് ഞാൻ ഇരിക്കാനാക്കിയത്. ഇപ്പം എന്താ തോന്നാത്തറിയോ? പണ്ട് കാലങ്ങളിൽ അരി കുറവാണ്. ലിറ്റർ അരി 1 ലിറ്റർ അരി 10 ഒരിക്കലൊരു വീട്ടിൽ ഗോതമ്പ് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഗോതമ്പ് കുത്തിയിട്ട് നല്ലോണം ചോറുണ്ടാവും. ചൂടാറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തിന്നോക്കാം. ഇപ്പോൾ ഈ ചായക്ക് വെള്ളം വെക്കട്ടെ. മുഖത്ത് കൂടെ ഒക്കെ പാറുന്നത്. രാവിലെ കുത്തിയ പറയട്ടെ. മഴയ്ക്ക് എല്ലാം ചാടിയുണ്ട്. പൊട്ടിയേക്കണം. കൂട്ടിയുണ്ടല്ലോ പൊട്ടിക്കാൻ കഴിയില്ല ഞാൻ. അപ്പൊ ഈ മുന്നത്തെ ചെടി ഇവിടുന്ന് വെറും കലാത്തിയാക്കി മാറ്റി ഞങ്ങള്. അതിന്റെ ഇടയത്തെ എന്താ തണ്ട് പോയോ? പഴുത്ത് പോയതോ? നല്ല തൂമ്പ് വരുന്നുണ്ടല്ലോ. ഇവിടെ 5 കലാത്തിയാക്കി വെച്ചു. ബാക്കി ഓണച്ചെടീനെയും മറ്റുള്ള റോസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ബ്രഹ്മില്ല എന്താക്കി അതാണ് കൊണ്ടുവച്ചില്ല. 2 ചെയ്യുന്നല്ലോ. ഇത് മാത്രമായി. ഇത് വെറും ഇവിടെ ഈ കലാത്തിയ. പിന്നെ ഇവിടെ മുന്നിൽ വെച്ച് തന്നെ ഇതിനൊക്കെ കൊടുത്ത് മാറ്റി. തോട്ടവാഴനെ മാറ്റിയിട്ട് വേറെ തോട്ടവാഴയാക്കി. ഇതൊരു തരം മറ്റേ ഓറഞ്ച് സാധനം മേലേക്ക് വരുന്ന ആ ചെടിയാണ്. കാടാവൂല. ഇങ്ങനെ ഒരേ ലെവൽക്ക് ഇങ്ങനെ വെട്ട് അതാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെയൊക്കെ നനച്ചോ? പിന്നെ ഇത് നമ്മൾ വേറെ സാധനം കൊണ്ടുവന്നത്. ഇത് ഞാൻ പാലക്കാട് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു കുറ്റി, അതിലൊരു ചെടി. പക്ഷെ ഇതിനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ 160, ഇതിന് 170 ആയിട്ടുള്ളൂ. ഇത്രയും വലുപ്പമുണ്ട്. 170. അത് ഓൺലൈനിലും ഇത് അല്ലാത്ത കടയിൽ നിന്ന് വാങ്ങിയതാ. സൂപ്പറാണ് അല്ലേ? നമ്മളാ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുന്ന ചെടി. ഇതിങ്ങനെ ചെടി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ട പൂവൊക്കെ വിരിച്ചിട്ടുണ്ട്. അയൽവക്കത്തുനിന്ന് കിട്ടിയ ചെടിയാ. ഏതാ ഇത്? അത് കുട്ടിക്കാണോ? ഇത് ദേവി ചേച്ചി എന്നാ. ദേവി ചേച്ചി എന്നാണ്. ദേവി ചേച്ചിയുടെ ചെടിയാണ്. അതുറപ്പിച്ചല്ലേ? ഇത് താത്ത തന്നതാണ്. ഇത് ഒരു ചരിഞ്ഞ് നിൽക്കതിൻ്റെ തൂമ്പ് കേട്ട്. അതിന് കുറേ തണ്ടൊക്കെ വരുമ്പോൾ ഞാൻ നേരെ നിന്നോളും. ഇത് വേറൊരു മോഡൽ ചെടിയാണ്. ഇതിൻ്റെ വേറെ പച്ചയുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു ചേഞ്ച് വരുത്തി. മണ്ണൊക്കെ ഒന്ന് മാറ്റി ഉഷാറാക്കി. ഇപ്പം ഇതിങ്ങനെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഒരു ഉഷാറായി വരുമ്പോൾ നല്ല രസമുണ്ടാവും. അതുപോലെ നല്ല രസമുള്ളൊരു ഇലയാണ് കേട്ടോ. പൂവൊന്നും ഉണ്ടാവില്ല. അപ്പം അതിങ്ങനെ 3 ചളി കളയാണ്ട് അവിടുന്ന്. സ്പെഷ്യൽ അവിടെ പിന്നെന്താ, ഇതാണ് ഇന്നലത്തെ പണി. ഇതേന്നു ഓടിന് നമ്മൾ അപ്പുറത്തെ ഓടിനെ അങ്ങോട്ട് എടുത്ത് കൊടുന്ന് വെച്ചതാണ്. എന്നിട്ട് അതിനൊരു പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് തോട്ടവാഴനെ അതിലേക്ക് പിടിപ്പിച്ചു. പെയിന്റ് ബാക്കിയുണ്ട്. ഇവിടെ ഇങ്ങനെ വലുതായിരിക്കുമ്പോ രസം. അപ്പൊ അത് അങ്ങനെ ഒരു ഭംഗിയായിട്ടുണ്ട്. ഒരേപോലെ അത് ഏതൊക്കെ കളറെന്ന് അറിയില്ല.
മൂന്നെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. മഞ്ഞ ഇതവിടെ മണ്ണത്ത് റെഡി ആക്കണം ഞാൻ ചട്ടി. റോസിന് വെക്കാനുണ്ട്. അപ്പൊ ഇന്നലെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല, മഴ ചെയ്തപ്പോ അങ്ങനെ അവിടെ ഇട്ട് പോന്നു. അങ്ങനെ മാറ്റി വെക്കാനുണ്ട് ചെടി. ഇന്നലെ തന്നിരുന്നു. പിന്നെ മേലെ മോളിക്ക് ഇതങ്ങനെ വെച്ചിട്ടുണ്ട്, ഹാങ്ങിങ് വെച്ചിട്ടുണ്ട് കേട്ടോ മേലേക്ക്. ഏതാ അതല്ലേ അമ്മായിന്റെ വണ്ടി, തൊഴിലുറപ്പ് വണ്ടിയാ. പിന്നെ ഹാങ്ങിങ് ഇതാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ചട്ടി. 5 ചട്ടിയിട്ടായിരുന്നു. അതിൽ ഒരു ചട്ടിയിലേക്ക് ചങ്ങലയ്ക്ക് ചെറിയ പ്രശ്നം. അപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല, 4 വെച്ചിട്ടുള്ളൂ. ഇനി ഒരു വെള്ള വെക്കാനുണ്ട്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ നമ്മളെ കൃഷിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങ എന്നാൾ പൊട്ടിച്ചു, അതിലിനിപ്പോൾ മൂത്ത് വരുന്നുള്ളൂ. അതേപോലെ തക്കാളി വളർത്തിട്ടുണ്ട്, പറക്കാറായിട്ടില്ല. നമുക്ക് ചാടിക്കാം. എവിടെ പോയ മേലെ ഇന്നലെയും മഴയത്താണ് ചായ അടിച്ചിരുന്നത്, ഇന്നും മഴയത്താണ്. ഇപ്പോഴാ മഴയുണ്ട് ഏതായാലും കേട്ടോ. ചൂടുള്ള കട്ടൻ ചായ ഉണ്ട് കേട്ടോ. കട്ടൻ ചായ ഗോതമ്പ് ഇഷ്ടല്ല. ഇഷ്ടല്ലേ? ടേസ്റ്റ് ചെയ്തൊക്കെ. അപ്പൊ എന്തൊക്കെ കുത്തി കളിക്കണ്ടോ, ഇതും വേണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം. സാറല്ലേ നാളെ കാണുന്നല്ലേ. ചൂടാക്കി വേറെ വൈകും. ബൈ.